മജംബായി ഈ ഈത്തപ്പഴേ ഈ ഏറ്റവും പൊക്കം കുറഞ്ഞ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, അതന്നെ നമ്മളെ അവിടെ ആ വീട്ടിലല്ലേ ഉള്ളൂ. നല്ല പൊക്കം പറഞ്ഞാൽ അത് മാത്രം. ബാക്കിയൊക്കെ നല്ല ഹൈറ്റിലൊക്കെ നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് 28-ാം തീയതിയാണ്. അപ്പോൾ രാവിലെ ഇവിടെ സമയം 9 മണിയാവാൻ പോകുന്നു. ചൂടെന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. അപ്പം അത്രയും നല്ലൊരു ചൂട്, നല്ല വെയിലത്താണ് വന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നത് ഒരു അറബിയുടെ വീടാണ്. അപ്പോൾ ഈ വീട്ടിൽ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ അവിടെ കുറച്ച് ഈത്തപ്പഴം കാച്ചു നിൽപ്പുണ്ട്. അപ്പോൾ ആ ഈത്തപ്പഴം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കുറച്ച് യാത്രകളും മറ്റും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ലൈഫ് ഡേയ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഒരു വണ്ടി കിടപ്പുണ്ട്. ഈ ഇത്ര പൊക്കമുള്ളൂ, ഇത്ര ഹൈറ്റ് മാത്രമേ ഉള്ളൂ ഈ മരത്തിന്, ഈ കായ്ക്കുന്ന മരത്തിന്. പക്ഷേ ഇത് ഒത്തിരി പഴക്കമുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ കാച്ചു കിടക്കുന്നത്? ഇത് ചിലയിടത്തൊക്കെ ഇത് പൊതിഞ്ഞൊക്കെ വയ്ക്കാറുണ്ട്. കാര്യം ഈ മറ്റ് പക്ഷികളും മറ്റ് ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം കാച്ചിപ്പുണ്ട്. ഇത് അവിടെയെല്ലാം നിൽക്കുന്നുണ്ട്. 2 ഈത്തപ്പഴം മരം നിൽപ്പുണ്ട്. ഇതെന്താ കൈ കൊണ്ട് നമുക്കിങ്ങനെ പറിക്കാൻ വേണമെങ്കിൽ കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. ഇപ്പോൾ എന്തായാലും പറിക്കുന്നില്ല, അവർ പെർമിഷനൊക്കെ തന്നതുകൊണ്ട് നമുക്ക് പറിച്ച് ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല. അവരിത് കുറച്ചുകൂടെ ഇത് കഴിയുമ്പോഴായിരിക്കും ഇത് വിളയുന്നു. ഇപ്പം തന്നെ ഈ ചൂടത്ത് പഴുത്ത് തുടങ്ങി. ഈ ചൂടിലാണ് ഇത് പഴുക്കുന്നത്. കണ്ടോ, നമ്മളെ തെങ്ങിലൊക്കെ തേങ്ങ ഉലച്ച് കിടക്കും പോലെ നല്ല രസമല്ലേ. ശരിക്കും സൗദി അറേബ്യയിൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു 17% ഈത്തപ്പഴം കൃഷി ചെയ്യുന്നത് ഈ സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഈ നാണ്യവിളയുടെ ഏറ്റവും നല്ലൊരു ഭാഗം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കണക്കുകൾ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ 1-2 അടുത്ത് പോയി ഷൂട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഈ 2 എണ്ണേ ഉള്ളൂ ഈ വീട്ടിൽ. പലയിടത്തും പല വീട്ടിലും ഫ്രണ്ടിലും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതേപോലെ സംഭവങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നടന്ന്. അപ്പോൾ അവിടെയും 2-3 ഈത്തപ്പഴമൊക്കെ പിടിച്ചിരിക്കുന്ന കാഴ്ചകളാണ്. ഇവിടെയൊക്കെ കണ്ട റോഡ് സൈഡിലാണ് വണ്ടികളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. പാർക്ക് ചെയ്ത് അത്ര അകത്തും ഇടാറുണ്ട്, പുറത്തും ഇടാറുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വണ്ടി പാർക്ക് ചെയ്യാറുണ്ട്. നടന്നു വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഈത്തപ്പഴത്തിൻ്റെ ഇതിൽ പിടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ, ഇത്തവണ പിടിച്ചിട്ടില്ല. എന്താണെന്ന് തോന്നുന്നു. ഈ കാണുന്നുണ്ടോ, ഇത് ഡ്രിങ്കിങ് വാട്ടറാണ്. ഇവിടെയുള്ള കൺസ്ട്രക്ഷൻ പണിയിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റ് വിദേശികളെ പോലെയുള്ള നമ്മളെപ്പോലുള്ളവരൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർ റൂമിലത്തേക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറാണ് ഈ കാണുന്നത്. ഇത് നല്ല തണുത്ത വെള്ളമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ കാണുന്ന വീട്ടുകാരാണ് ഇത് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നതാണ്. അവർ വെള്ളം പോയി കാശ് കൊടുത്ത് വരുത്തി ഇതിൽ ഫില്ല് ചെയ്തിട്ട്, ഇതിൻ്റെ ബാക്കിൽ ചിലപ്പോൾ ടാങ്ക് ഉണ്ടാകും, ആ ടാങ്കിൽ ഫില്ല് ചെയ്തിട്ട് ഇവിടുത്തെ നമ്മളെപ്പോലുള്ള വിദേശികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സൽക്കർമ്മ പരിപാടിയാണ് ഈ കാണുന്നത്. കൊള്ളാം അല്ലേ? ഇത് മിക്കയിടത്തും പല വീടുകളിലൊക്കെ ഫ്രണ്ടിലൊക്കെ കാണാറുണ്ട് ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണത്. വെള്ളം സപ്ലൈ ചെയ്യുന്ന സ്ഥലം കാണിക്കുന്നത് അവിടെയാണ്. അവിടെ നിന്ന് ഈ വെയിലത്ത് നടന്നു വന്നു. അപ്പം നടന്നു വന്നപ്പോൾ തന്നെ അതേ മറ്റൊരു സംഭവം വീണ്ടും കണ്ടു. അതുപോലെ ഈ വീട്ടുകാർ വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കുന്നൊരു സ്ഥലത്തെത്തി ഞാൻ. വീണ്ടും വെള്ളം ഇവിടെയും നല്ല തണുത്ത വെള്ളം, ശുദ്ധമായ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീസറാണ്. ഫ്രീസർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. മേളിൽ ടാങ്ക് വെച്ചിട്ടുണ്ട്. ടാങ്കിൽ നിന്ന് വെള്ളം താഴെ വരും. ഈ ഫ്രീസർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് തണുപ്പിച്ചാണ് വെള്ളം പുറത്തോട്ട് വരുന്നത്. ഇവിടെയുള്ള കൺസ്ട്രക്ഷൻകാർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടൊരു സംഭവമാണ് ഈ കാണുന്ന. നല്ലൊരു സൽക്കർമ്മമാണ്. സൗദിയിലെന്ന് പറഞ്ഞാൽ 30 പ്ലാന്റുകളുണ്ട് ഏകദേശം
ഈ വെള്ളം ശുദ്ധീകരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറായിട്ട് ശുദ്ധീകരിക്കുന്ന 23 പ്ലാന്റുകൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഈ 23 പ്ലാന്റുകളിൽ നിന്നും 1500 കിലോമീറ്ററോളം ദൈർഘ്യത്തിലൊക്കെ പൈപ്പ് ലൈനൊക്കെ ഇട്ടിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നതെന്നൊക്കെയാണ് കണക്കുകളിലും മറ്റും കാണിക്കുന്നത്. അപ്പോൾ കൊള്ളാമല്ലേ സംഭവം? നല്ല വീട്ടുകാർ ചെയ്യുന്ന നല്ലൊരു സൽക്കർമ്മമാണ്. എന്നെപ്പോലുള്ളവരൊക്കെ വന്ന് ഇവിടെ വന്നാണ് വെള്ളം എടുക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമല്ല, കൺസ്ട്രക്ഷൻ പണികൾ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടൊരു കാര്യമാണ് ഈ ചൂട് സമയത്ത്. ഈ കാണുന്നത് വേസ്റ്റ് ഡ്രമ്മാണ്. ഇപ്പം പുറത്ത് പോയി കാപ്പി കുടിക്കണം, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള. ഇന്ന് മൊത്തം ലീവാണ്, എല്ലാവർക്കും ലീവായതുകൊണ്ട് ഇതേ കണ്ടില്ലേ, ഇന്ന് ഫുള്ള് റോഡിലൊന്നും ആരുമില്ല ഈ സമയത്ത്. എല്ലാവരും നല്ല ഉറക്കത്തിലേക്ക് ആയിരിക്കും ഈ സമയം. വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ആളുകൾ ഇറങ്ങുന്നത്. നടന്ന് റോഡിൻ്റെ വശത്തൂടെ ഇങ്ങനെ നടന്നു വന്നപ്പം മറ്റൊരു വീടിൻ്റെ ഭാഗത്ത് ഒരു 2 ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഉണ്ടോ ഈ പിടിച്ചിരിക്കുന്നുണ്ട് ഈത്തപ്പഴം. ഇതിവർ വലയിട്ട് മൂടി സംരക്ഷിച്ച് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഹൈറ്റ് ഇത്രേ ഉള്ളൂ, വളരെ പൊക്കം കുറവാണ്. ഞാനിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റേ ഉള്ളൂ. ഇതിനകത്ത് 2 കൊലയേ ഉള്ളൂ. പുറത്ത് പോകും കണ്ടോ, ഈ വലയെല്ലാം ഇട്ട് മൂടി സംരക്ഷിച്ച് വെച്ചേക്കുവാണ്. കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വന്നു. ഒരു മസ്ജിദാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് ഒരു 2-3 തൈകൾ നിൽപ്പുണ്ട്. തെങ്ങിൻ തൈ കണക്കുള്ള ഹൈറ്റേ ഉള്ളൂ. അതിൽ പിടിച്ചിരിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാം. ഇതാ കണ്ടോ, ഇത് നോക്കൂ, ഇത്ര ഹൈറ്റേ ഉള്ളൂ. ഹൈറ്റ് എന്ന് പറയുമ്പോൾ കണ്ട, ഞാൻ കുനിഞ്ഞ് പിടിക്കണം. ഇതിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റിലാണ് ഉള്ളത്. ഇത് കഴിഞ്ഞ 2 വർഷത്തോളം ഈ ഇവിടെ നിൽപ്പുണ്ട്. കഴിഞ്ഞ വർഷം ഇതിൽ പിടിച്ചായിരുന്നു, എനിക്ക് അറിയാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈത്തപ്പഴത്തിൽ 1500 ഇനം ഉണ്ടെന്ന് പറയുന്നത് ചുമ്മാ അല്ല. ഇത് എന്തെങ്കിലുമൊക്കെ പേര് കാണിക്കും. ഇത് പച്ച കളറിൽ നിൽക്കുവാണ്, ഇപ്പോൾ പഴുത്തില്ല. ഇത് കുറച്ച് കഴിയുമ്പം ഈ ചൂടത്ത് പഴുക്കും. നല്ല ചൂടല്ലേ, ഉച്ച സമയമൊക്കെ ആകുമ്പം കുറച്ചുകൂടെയൊക്കെ നല്ല ചൂടാവും. 4 നിൽപ്പുണ്ട്. അതിൽ 3 പിടിച്ചിട്ടുണ്ട്. അങ്ങേറ്റത്തിലും പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങേറ്റത്തിലും പിടിച്ചിട്ടില്ല. 3 നിൽപ്പുണ്ട്. ഏറ്റവും പൊക്കം കുറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെയാണ്. ഏറ്റവും പൊക്കം കുറഞ്ഞ ഒരു ഈത്തപ്പഴം മരത്തിൽ പിടിച്ച് നിൽക്കുന്നത്. 3 കൊലയുണ്ട് ഇതിനകത്ത്. അതിനകത്ത് വന്നിട്ട് 4 നിൽപ്പുണ്ട്. ഇതും ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. റോഡ് സൈഡിൽ കൂടെ പോയപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി സമയം 10 മണി കഴിഞ്ഞു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പം മൊയ്തീൻ ഭായിയും കൂടെ വരുന്നുണ്ട്. മൊയ്തീൻ ഭായ് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മുടെ മൊയ്തീൻ ഭായിയും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഇനി കാപ്പി കുടിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ഈ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വണ്ടി ഓടിക്കാം. എല്ലാ വീഡിയോയിലും നിങ്ങളൊക്കെയാണ് വണ്ടി ഓടിക്കുക. നിങ്ങളുടെ വണ്ടി ഓടിക്കും, ഞാൻ വിളിക്കാം. മുതലാളിയായിട്ട് സ്റ്റൈലിൽ. ശരി ശരി ഉഷാറായിട്ട്. ശരി ശരി. അങ്ങനെ നമ്മളെ സജുഭായ് വണ്ടി ഓടിക്കുകയാണ്. സജുഭായ് വണ്ടി ഓടിക്കുന്നു. ഈ എല്ലാ വീഡിയോയിലും നിങ്ങളെയാണ് വണ്ടി ഓടിക്കുന്നത്. തിരിച്ച് ഇങ്ങനെ വീഴുന്ന എന്നെ കാണാം. നിങ്ങളെ കൂടെ കാണട്ടെ. അത് മോശം. അതെ പ്രശ്നം. അങ്ങനെ വെക്കില്ലേ, നിങ്ങളെ പാതി കാണാം. അങ്ങനെ കാണും. പിന്നെ അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന വീഡിയോ ആദ്യമായിട്ട് കാണുന്നു അല്ലേ മൊയ്തീൻ ഭായ്? പറയും. ഈ ഈത്തപ്പഴേ ഈ ഏറ്റവും പൊക്കം കുറഞ്ഞ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, അതന്നെ നമ്മളെ വീട്ടിൽ അവിടെ ആ വീട്ടിലല്ലേ ഉള്ളൂ. നല്ല പൊക്കം പറഞ്ഞാൽ അത് മാത്രം. ബാക്കിയൊക്കെ നല്ല ഹൈറ്റിലൊക്കെ നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈത്തപ്പഴേ ഈ 1500 ഇനമുണ്ട്. 1500 ഇനം ഈത്തപ്പഴമുണ്ട്. അതിൽ 400 ഇനം ഇവിടെ ഈ സൗദി അറേബ്യയിൽ കൃഷി ചെയ്യുന്നു ഈത്തപ്പഴം. അത് ശരി, ഞാൻ വായിച്ചതാണ്.
400 പരം ഈ ഈത്തപ്പഴം. പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൽ ഏറ്റവും മുന്തിയ വില കൂടിയ ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ട്. നല്ല ഗുണനിലവാരമുള്ള ഈത്തപ്പഴമുണ്ട്. അത് ആ മക്ക ആ ഭാഗത്തൊക്കെയാണ്. അജ്വ എന്നാണ് അതിന്റെ പേര്. ഹലോ, അപ്പൊ നമുക്ക് മോയിലും ഈ പള്ളിയുടെ അടുത്തൊരു ഈത്തപ്പഴത്തിന്റെ ഉണ്ട്. അപ്പൊ ആ ഈത്തപ്പഴം കൂടെ പള്ളിയുടെ അടുത്തേ ചേർത്ത് നിർത്തും. ഈത്തപ്പഴം അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ തിരിച്ച് അതാ അതൊന്ന് കാണിച്ചിട്ട് മതിയാക്കാം. അതെ, ഈ ഈത്തപ്പഴം ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചുകൂടെ അല്പം ഹൈറ്റ് ഉള്ളതാണ്, എന്നാലും കൈ ഇങ്ങനെ എത്തിപ്പറിക്കാൻ പറ്റും. എന്താ ഇവിടെ ഒരു 3 എണ്ണം നിൽപ്പുണ്ട്, 3 മരം നിൽപ്പുണ്ട്. ഇത് പള്ളിയാണ്, ഈ മസ്ജിദിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. ഇത് ഇത്തിരി ഹൈറ്റുണ്ട്, നമുക്ക് കൈയൊന്നും എത്തത്തില്ല, നല്ല ഹൈറ്റുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങൾ ഇവിടെ ഈ ഭാഗത്തില്ല, പക്ഷേ സൗദിയുടെ മറ്റു ഭാഗത്തൊക്കെ ഒരുപാടുണ്ട്. വലിയ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ കൊച്ചു സംഭവങ്ങളാണ് ഈ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.